വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ പേളി ജോസ്. ഒരു HR ട്രെയിനറായിട്ട് കഴിഞ്ഞ 26 വർഷമായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. വ്യത്യസ്ത മേഖലകളിലുള്ളവർക്ക് വ്യത്യസ്ത വിഷയങ്ങളിലെ ക്ലാസ്സുകൾ എടുക്കുന്നു. പോലീസ് പേഴ്സണൽ തൊട്ട് ബാങ്ക് മാനേജേഴ്സ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എംപ്ലോയീസ്, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും പെട്ട ആളുകൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അത്രയും എന്നെക്കുറിച്ച്. ഇന്ന് വിദ്യാഭ്യാസ മേഖല ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊക്കെ അതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ സമ്മർദ്ദത്തിലാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ പ്രയോജനപ്രദമായ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. എന്താണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്? 1983 കാലഘട്ടം വരെ ലോകത്താകമാനമുള്ള ജനങ്ങൾ വിശ്വസിച്ചു പോന്നിരുന്നത് കണക്കിലും സയൻസിലും ഒക്കെ ബ്രൈറ്റായിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ വ്യക്തികളാണ് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരെ എന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ 1983 അമേരിക്കൻ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റായ ഹോവാർഡ് ഗാർഡനർ തൻ്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലൂടെ ലോകത്തെ അറിയിച്ചു, അതായത് കണക്കിലും സയൻസിലും എക്സൽ ചെയ്യുന്നവർ മാത്രമല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരെ, വേറെ പലതരത്തിലുള്ള ഇൻ്റലിജൻസസ് ഉണ്ട്. എല്ലാ ഇൻ്റലിജൻസസും ഈക്വലി ഇമ്പോർട്ടൻറ്റും സിഗ്നിഫിക്കൻറ്റുമാണ് എന്നാണ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിലൂടെ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞത്. എല്ലാവരിലും എല്ലാ ഇൻ്റലിജൻസസും ഉണ്ടാവും, പക്ഷെ വ്യത്യസ്ത അളവുകളിലായിരിക്കും ആ ഇൻ്റലിജൻസസ് ഓരോരുത്തരിലും ഉണ്ടാവുക. ഇനി ചിലരിലെ 2, 3, 4 ഇൻ്റലിജൻസസിൽ എക്സൽ ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വ്യത്യസ്ത മേഖലകളിൽ ഷൈൻ ചെയ്യാൻ കഴിയും, സക്സസ്ഫുൾ ആവാൻ കഴിയും. ഇനി ഈ ഇന്റലിജൻസസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇന്റലിജൻസ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്മാർട്ട്. രണ്ടാമത്തേത് ലോജിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മാത്സ് സ്മാർട്ട്. മൂന്നാമത്തേത് മ്യൂസിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മ്യൂസിക് സ്മാർട്ട്. നാലാമത്തേത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ പീപ്പിൾ സ്മാർട്ട്. അഞ്ചാമത്തേത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സെൽഫ് സ്മാർട്ട്. അടുത്തത് കിനസ്തറ്റിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ ബോഡി ഇന്റലിജൻസ്, ബോഡി സ്മാർട്ട്. പിന്നത്തേത് സ്പേഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ പിക്ചർ സ്മാർട്ട്. അടുത്ത ഇന്റലിജൻസ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ നേച്ചർ സ്മാർട്ട്. ഇങ്ങനെ 8 ഇന്റലിജൻസസ് ആണ് ഹോവാർഡ് ഗാർഡനർ റിസർച്ചിലൂടെ പുറത്തു കൊണ്ടുവന്ന് കണ്ടുപിടിച്ചത്. അവിടുന്ന് കുറച്ചു കൊല്ലങ്ങൾക്ക് ശേഷം കുറെ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റുകൾ കൂടിയിട്ട് റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞു, ഈ പട്ടികയിലേക്ക് ഒരു ഇന്റലിജൻസും കൂടെ ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ ചേർത്ത ഇന്റലിജൻസ് ആണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ലൈഫ് സ്മാർട്ട്. അപ്പോൾ ഇത്തരത്തിലെ ഡിഫറെന്റ് ഇന്റലിജൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഏത് ഇന്റലിജൻസിലാണ് നമ്മുടെ കുട്ടികളെ എക്സൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പക്കാര്, യുവാക്കള്, ജോലിക്കാര് ആരായാലും എക്സൽ ചെയ്യുന്ന ആ ഇന്റലിജൻസസിന്റെ ഏരിയയില് അവരുടെ കരിയറും അവരുടെ വിദ്യാഭ്യാസ മേഖലയും തിരഞ്ഞെടുത്താൽ അവർക്ക് ഷൈൻ ചെയ്യാൻ കുറെ കൂടെ എളുപ്പമുണ്ട്. ഇനി 2, 3 ഇന്റലിജൻസിൽ മുന്നിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വ്യത്യസ്ത മേഖലകളിൽ കഴിവുകൾ തെളിയിക്കാൻ കഴിയും, വ്യത്യസ്ത മേഖലകളിൽ സക്സസ്ഫുൾ ആവാൻ കഴിയും. ഇനി ഈ ഓരോ ഇന്റലിജൻസസും അതിന്റെ എക്സാമ്പിളുകൾ, ഏത് കരിയറുകളാണ് ഈ ഓരോ ഇന്റലിജൻസസും ചേരുക, ഈ ഓരോ ഇന്റലിജൻസസ് ഉള്ളവര് ഏതൊക്കെ കരിയറിൽ എക്സൽ ചെയ്യും അല്ലെങ്കിൽ ഷൈൻ ചെയ്യും, സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോ ഇന്റലിജൻസസിലേക്ക് വരാം. ഓരോ ഇന്റലിജൻസസിലും എക്സൽ ചെയ്യുന്നവരെ ഏതൊക്കെ കരിയറിൽ ശോഭിക്കാൻ കഴിയും, ഏതൊക്കെ കാര്യങ്ങളിലാണ് അവര് മുന്നിൽ നിൽക്കുക, അവർക്ക് പാഷനായിട്ടായിട്ട് ഉണ്ടാവുക ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം.
നമ്മൾ ആദ്യം പറഞ്ഞത് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്മാർട്ട് ആണ്. ഏതെങ്കിലും ഒരു ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ ലാംഗ്വേജ് സ്മാർട്ടാണ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. കുറച്ച് വാക്കുകൾ തന്നാൽ അതുകൊണ്ട് ഒരു പോയം ഉണ്ടാക്കാൻ പറഞ്ഞാൽ വിതിൻ മിനിറ്റ്സ് ഒരു പോയം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അവർ ആ ലാംഗ്വേജിലെ പ്രാവീണ്യമുള്ളവരാണ്, ലാംഗ്വേജ് സ്മാർട്ടാണ്. ഈ ലാംഗ്വേജ് സ്മാർട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് പോയറ്റ്സ്, നോവലിസ്റ്റ്, പബ്ലിക് സ്പീക്കേഴ്സ്, ഡിബേറ്റ് ഇഷ്ടമുള്ളവര്, ആങ്കേഴ്സ്, റൈറ്റേഴ്സ്, ജേർണലിസ്റ്റുകൾ, ഇവരൊക്കെ ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിൽ എക്സൽ ചെയ്യുന്നവരാണ്. നമുക്ക് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. വേർഡ്സ്വർത്ത്, ഷേക്സ്പിയർ, അതുപോലെ തന്നെ എല്ലാ എഴുത്തുകാരും. നമുക്കറിയാം ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടി, 15 വയസ്സിലെ കുട്ടി മരിച്ചു. അതിന് മുമ്പ് അവരെഴുതിയിട്ടുള്ള ആ ഡയറി വളരെ പ്രസിദ്ധമാണ്, ആൻ ഫ്രാങ്കിന്റെ. അപ്പോൾ ഭാഷയിലും അത്ര നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ആൻ ഫ്രാങ്ക്. നമുക്കറിയാം മലയാളത്തിലാണെങ്കിൽ ONV കുറുപ്പ് സാറ്, MT വാസുദേവൻ നായർ സാറ്, ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് ലാംഗ്വേജിൽ എക്സൽ ചെയ്യുന്നവർ. അപ്പോൾ ഈ ലാംഗ്വേജിൽ എക്സൽ ചെയ്യുന്നവർക്ക് മറ്റൊരു ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും, കാണും, വേഗം പഠിക്കുകയും ചെയ്യും. അങ്ങനെ ഇവർക്ക് പറ്റിയ ജോലികൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. ജേർണലിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള പബ്ലിക് സ്പീക്കേഴ്സ്, ആങ്കേഴ്സ്, റൈറ്റേഴ്സ്, പോയറ്റ്സ്, അങ്ങനെ എല്ലാ ജോലികളും ഇവർക്ക് ഇണങ്ങുന്നതാണ്. ഇനി ഞാൻ അടുത്ത ഇന്റലിജൻസിലേക്ക് വരികയാണ്, ലോജിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മാത്സ് സ്മാർട്ട്. കണക്കില് സയൻസിലൊക്കെ നല്ല ശോഭിക്കാൻ കഴിവുള്ളവര് ഈ ഗണത്തിൽ പെടുന്നവരാണ്. നല്ല റീസണിങ്ങിലുള്ള കഴിവുണ്ടാവും, യുക്തിസഹമായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെ എങ്ങനെ വരുന്നത്, അങ്ങനെ ലോജിക്കലായിട്ട് കണക്ട് ചെയ്യാനും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. അതുള്ളത് കൊണ്ട് തന്നെ ഇവര് പ്രോബ്ലം സോൾവിങ്ങിൽ നല്ല മിടുക്കരായിരിക്കും. ലോജിക്കൽ തിങ്കിങ്ങിനൊപ്പം കണക്കിലും ഇവര് നല്ല മിടുക്കരായിരിക്കും. ഇത്തരത്തിലെ കഴിവുള്ളവരാണ് ഈ ലോജിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ളവര് അല്ലെങ്കിൽ മാത്സ് സ്മാർട്ട് ആയിട്ടുള്ളവര്. ഒരിക്കൽ ഒരു സോപ്പ് നിർമ്മാണ കമ്പനി നിർമ്മിച്ചു കഴിഞ്ഞ് പാക്ക് ചെയ്യാൻ സമയമായപ്പോഴാണ് അറിയുന്നത് കുറെ സോപ്പ് കവറിന്റെ ഉള്ളില് സോപ്പുകളില്ല, കാലിയാണ്, എംറ്റിയാണ് കുറെ കവറുകൾ. എങ്ങനെ പറ്റി എന്നവർക്കറിയില്ല. അപ്പൊ ഈ പ്രശ്നം ഒരുപാട് ലോട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ട്, നിർമ്മിതി കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതായത് സപ്ലൈ ആയിട്ടില്ല, കമ്പനിയിലുണ്ട്. ഇതെങ്ങനെ ഈ എംറ്റി കവേഴ്സും സോപ്പുള്ള കവേഴ്സും കൂടെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് വലിയൊരു വിഷയമായിപ്പോൾ മാനേജ്മെന്റ് എല്ലാ ഏരിയയിലുള്ള മാനേജേഴ്സിനെയും സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ്സിനെയൊക്കെ വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചു. ഒരു പ്രോബ്ലം സോൾവിംഗ് ആണല്ലോ ഇവിടെ വേണ്ടത്. അപ്പോൾ പലരും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചില സജഷൻസ് ആണ് ഈ പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് പറഞ്ഞത്. പക്ഷേ ഒരു സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം വലിയ എഡ്യൂക്കേഷനുള്ള ആളൊന്നും ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് അധികം കോസ്റ്റ് ഒന്നുമില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫാൻ, പെഡസ്റ്റൽ ഫാൻ വാങ്ങിയിട്ട് ഈ ലൈനിൽ സിംഗിളായിട്ട് ഈ ലൈൻ പോകുന്ന കവേഴ്സ്, സോപ്പ് കവേഴ്സ് പോകുന്ന ആ ലൈനിൽ ഈ ഫാൻ വെച്ചു കൊടുത്ത് ഫാൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ കാലിയായിട്ടുള്ള ഈ കവറുകളൊക്കെ മാറിപ്പോവും, നീങ്ങും, പറക്കും. അപ്പൊ അങ്ങനെ പറക്കുന്നത് മാറ്റി 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 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലിയായിട്ടുള്ള കവറുകളുള്ള സോപ്പ് കവേഴ്സ് ഏതാണെന്നും ഫുള്ളായിട്ടുള്ളത് ഏതാണെന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവർക്കും ഈ പ്ലാൻ വളരെ ഇഷ്ടപ്പെട്ടു, അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തില് ചിന്തിക്കാനുള്ള കഴിവാണ് ലോജിക്കൽ ഇന്റലിജൻസ്. ഒരു തരത്തിൽ പറഞ്ഞാലും കണക്ക് കൂട്ടാൻ നല്ല കഴിവായിരിക്കും, വേഗം കണക്ക് കൂട്ടാനും കണക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റും ഒക്കെ ഇക്കൂട്ടർക്ക് ഉണ്ടാവും. ഇക്കൂട്ടർ തിളങ്ങുന്നത് മാത്തമാറ്റീഷ്യൻസ് ആവും, ഫിസിഷ്യൻസ് ആവും, ഇവര് നല്ല ഫിസിസിസ്റ്റ് ആവും. അതുപോലെ തന്നെ ഇവർക്ക് നല്ല പ്രോബ്ലം സോൾവേഴ്സ് ആവും. അങ്ങനെ അത്തരത്തിലുള്ള സയൻസിൽ നല്ല മിടുക്കുണ്ടാവും ഇവർക്ക്. അങ്ങനെയുള്ള നമുക്ക് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഉദാഹരണങ്ങൾ, ബുദ്ധി ഉള്ളവര്, ഇന്റലിജന്റ് ആയിട്ടുള്ളവരെന്ന് നമ്മൾ വിചാരിച്ചിരുന്നവരൊക്കെ ഈ ഗണത്തിൽ പെടുന്നവരാണ്. മുമ്പ് 1983 മുമ്പ് ഐൻസ്റ്റൈൻ, അതുപോലെ തന്നെ
സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്, സ്റ്റീഫൻ ഹോക്കിങ്സ്, അങ്ങനെ ഒത്തിരി ആളുകൾ ഈ ഗണത്തിൽ പെടുന്നവരുണ്ട്. സയൻറ്റിസ്റ്റുകളൊക്കെ മോസ്റ്റ്ലി ഈ ഗണത്തിൽ പെടുന്നവരാണ്. ഇത്രയുമാണ് ലോജിക്കൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ലോജിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർക്ക് ഇതുപോലെയുള്ള ഏരിയ തിരഞ്ഞെടുക്കാം. മാത്തമാറ്റീഷ്യൻ ആവാം, ഫിസിസിസ്റ്റ് ആവാം, അതുപോലെ തന്നെ അവർക്ക് ഈ പ്രോബ്ലം സോൾവിംഗ് ഉള്ള ഏരിയയിൽ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. നല്ല മാനേജേഴ്സ് ആവാം. അങ്ങനെയുള്ള കുറേ കഴിവുകൾ അവർക്ക് ഉണ്ട്. അവർക്ക് ഈ മേഖലയിലൊക്കെ എക്സൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഇൻ്റലിജൻസിലേക്ക് വരാം. അടുത്ത ഇൻ്റലിജൻസ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. മ്യൂസിക് സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ പെട്ടവർക്ക് മ്യൂസിക്കിൻ്റെ നൊട്ടേഷൻസ്, അതിൻ്റെ ടിമ്പർ, ടെമ്പോ ഒക്കെ വേഗം മനസ്സിലാവും. ഒരു പാട്ട് ഇതൊക്കെ ഫുള്ളായിട്ട് അതിൻ്റെ ന്യൂക്സ് ആൻഡ് കോർണേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്തിട്ട് അത് അവതരിപ്പിക്കാനുള്ള കഴിവ്, ഒരു പാട്ട് വേഗം പഠിച്ചെടുക്കാനുള്ള കഴിവ്, പാട്ട് കമ്പോസ് ചെയ്യാനുള്ള കഴിവ് എന്ന കഴിവുകളൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കും ഈ മ്യൂസിക് സ്മാർട്ടിലെ ഉള്ള ആളുകൾക്ക്. നമുക്കറിയാം, ഇപ്പോൾ ലൈവായിട്ടുള്ള ഷോസ്, മ്യൂസിക് ഷോസൊക്കെ ധാരാളം പോകുമ്പോൾ അതിൽ ഇവാലുവേറ്റ് ചെയ്യാനിരിക്കുന്ന ജഡ്ജസിനെ നമുക്കറിയാം. അവരതിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ പോലും ഓരോ സ്ഥലത്തുള്ള തിങ്സൊക്കെ കണ്ടുപിടിക്കുന്ന ആ രീതിയിലുള്ള ബുദ്ധി ഉപയോഗിക്കുന്നവരാണ് ഈ മ്യൂസിക് സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മ്യൂസിക്കിൻ്റെ ഏത് ഏരിയയിൽ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. കമ്പോസേഴ്സ് ആവാം, ഇവാലുവേറ്റേഴ്സ് ആവാം, ജഡ്ജസ് ആവാം, മ്യൂസിക് പാടുന്ന മ്യൂസിഷ്യൻസ് ആവാം, അതുപോലെ തന്നെ ഓർഗൻസ് വായിക്കുന്നവരാവാം. അങ്ങനെ മ്യൂസിക്കിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഇവർക്ക് പാഷനേറ്റ് ആയിരിക്കും. നമുക്ക് ഉദാഹരണങ്ങൾ അറിയാം. ബീഥോവൻ, മൊസാർട്ട്, നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിൽ തന്നെയാണെങ്കിലും സ്റ്റീഫൻ ദേവസി, ശരത് സാറ്, അതുപോലെ തന്നെ ചിത്ര, അങ്ങനെ മ്യൂസിക്കിനോട് ആഭിമുഖ്യമുള്ളവരൊക്കെ ഈ ഗണത്തിൽ പെടും. അടുത്ത ഇൻ്റലിജൻസാണ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പീപ്പിൾ സ്മാർട്ട്. ആളുകളായിട്ട് നല്ല ബന്ധത്തിലായിരിക്കാനുള്ള കഴിവ്, ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ്, അത് നിലനിർത്താനുള്ള കഴിവ്, ഇതൊക്കെ ഈ പീപ്പിൾ സ്മാർട്ടായിട്ടുള്ള ആളുകൾക്കുള്ള പ്രത്യേക കഴിവുകളാണ്. ഇങ്ങനെയുള്ളവർ നല്ല ടീം വർക്കിലൊക്കെ നല്ല മിടുക്കരായിരിക്കും. അവർക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല സമ്പർക്കത്തിലായിരിക്കാനുള്ള നല്ല താല്പര്യം ഉണ്ടാവും. അവർക്ക് ഗ്രൂപ്പിൽ ആക്ട് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക. സോഷ്യൽ വർക്ക് ഇവർക്ക് നന്നായിട്ട് ഇണങ്ങും. അതുപോലെ തന്നെ ഇവർ നല്ല ഇൻ്റർവ്യൂവേഴ്സ് ആയിരിക്കാം. പിന്നെ ഇവർ നല്ല സംസാരത്തിൽ തിളങ്ങുന്ന പോലെ തന്നെ ഇവർ ഈ ഗ്രൂപ്പിലും ഒരുപോലെ സംസാരവും സമ്പർക്കവും ഒരുമിച്ചുണ്ടാവുമ്പോഴാണല്ലോ ഈ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നന്നായിട്ട് കെട്ടിപ്പടുക്കാനും അത് തുടർന്നു കൊണ്ടുപോകാനും കഴിയുക. അതുകൊണ്ട് തന്നെ ഇവര് നല്ല എമ്പത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നല്ല കമ്പാഷൻ, ആർദ്രത, സ്നേഹം ഒക്കെ കൂടുതലുള്ള ആളുകളായിരിക്കും ഇവർക്ക് ജന്മസിദ്ധമായിട്ട് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു പ്രത്യേക കഴിവുണ്ടാവും. അതുപോലെ തന്നെ അതിലവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പം ഇവർ നല്ല ലീഡേഴ്സ് ആയിരിക്കും. ലോകപ്രസിദ്ധമായ എല്ലാ ലീഡേഴ്സും ഇങ്ങനെയുള്ള ആളുകളാണ്. മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കാനുള്ള കഴിവ് അവർക്ക് ജന്മസിദ്ധ, ഇതൊക്കെ ഇൻബോൺ ആണ്, വളർത്തിയെടുക്കുന്ന ടാലൻസ് അല്ല. ഇൻബോൺ ആയിട്ട് അവർക്കൊരു കഴിവ് മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കാനുള്ള ഇത് ഉണ്ടാവും. ഇങ്ങനെയുള്ളവരാണ് പീപ്പിൾ സ്മാർട്ട്. അപ്പോൾ അവർക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനത്തെ ജോലികൾ ആളുകളുമായിട്ട് ചേർന്നിരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും ഇഷ്ടം. ആളുകളെ കാണുമ്പോൾ അവരുടെ മൂഡ് തന്നെ ചേഞ്ച് ആവും. അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസിൽ എക്സൽ ചെയ്യുന്നവർ. അടുത്ത ഇൻ്റലിജൻസുകൾ അടുത്ത സെഷനിൽ സംസാരിക്കാം. നന്ദി.